ഹായ് ഹലോ, വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ വിഷയം ഒരു 5.1 റിമോട്ട് കിറ്റാണ്. അതായത് നമുക്ക് ആംപ്ലിഫയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു 5.1 റിമോട്ട് കിറ്റാണ്. ജിടെക്കിൻ്റെ ഒരു റിമോട്ട് കിറ്റിൻ്റെ അൺബോക്സിംഗ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഒരു ആംപ്ലിഫയർ ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇതിൽ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു 5.1 റിമോട്ട് കിറ്റ് നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഞാൻ പോകുന്നത്. വീഡിയോയ്ക്ക് ഒരു അല്പം ക്ലാരിറ്റി കുറവുണ്ട്, കാര്യം ഇത് എൻ്റെ ഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത്. എൻ്റെ SLR ക്യാമറ തറയെ വീണ് പൊട്ടി. ഇനി അത് നന്നാക്കണമെങ്കിൽ നല്ല പൈസയാവും. അതുകൊണ്ട് ഞാനത് നന്നാക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഫോണിലാണ് വീഡിയോ ചെയ്യുന്നത്. ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ക്ഷമിക്കണം, സഹകരിക്കണം. ഈ കാണുന്നതാണ് ജിടെക്കിൻ്റെ 5.1 റിമോട്ട് കിറ്റ്. ഇത് സാധാരണ നോർമലി എല്ലാ റിമോട്ട് കിറ്റും വരുന്നത് പോലെ തന്നെയാണ്. എല്ലാ ബ്രാൻഡിൻ്റെയും റിമോട്ട് കിറ്റ് വരുന്നത് പോലെ തന്നെയാണ് ഇതും വരുന്നത്. ഇപ്പോൾ ബാസോണൊക്കെ വെച്ച് നോക്കണമെങ്കിൽ അത് കുറച്ച് കട്ടി കുറഞ്ഞ കവറാണ്. ഇതൊരു ബേസ് ബോർഡ് കവറിലാണ് ഇത് വരുന്നത്. അപ്പം കുറച്ചും കൂടെ നല്ല കവറാണ്, വലിയ തരക്കേടില്ലാത്ത കവറാണ്. ഇത് ഞാൻ വാങ്ങിയത് ട്രിവാൻഡ്രത്തുള്ള AB ഇലക്ട്രോണിക്സ് എന്ന ഷോപ്പിൽ നിന്നാണ്. എല്ലാവർക്കും അറിയാം AB ഇലക്ട്രോണിക്സ് ട്രിവാൻഡ്രം. എല്ലാവർക്കും പരിചയമുള്ളൊരു കടയാണ് AB ഇലക്ട്രോണിക്സ് ട്രിവാൻഡ്രം. അവിടെ നിന്ന് വാങ്ങിയതാണ്. ഇതിൻ്റെ ഏകദേശം വില ഞാൻ വീഡിയോയിൽ അവസാനം പറയാം. നിങ്ങളെല്ലാവരും വീഡിയോ കാണണം, അതുകൊണ്ടാണ് ഇതപ്പോൾ ഇത് ഇങ്ങനെയാണ് ബോക്സ് വരുന്നത്. വളരെ നല്ല പാക്കിംഗ് ആണ്. ഇതാ കാണുന്നതാണ് ഇതിൻ്റെ അകത്തുള്ള, അതായത് ബോക്സിൻ്റെ അകത്തുള്ള ഒരു അവസ്ഥ. ഈ രീതിയിലാണ് ഇത് അവർ വച്ചിട്ടുള്ളത്. ഇത് ഫസ്റ്റ് കാണുന്നത് ഇതിൻ്റെ ഡിസ്പ്ലേ ആണ്. റിമോട്ട് കിറ്റിൻ്റെ ഡിസ്പ്ലേ ആണ് ഇതായി കാണുന്നത്. പിന്നെ ഉള്ളത് നമ്മുടെ റിമോട്ട്. ഇതിപ്പം നോർമലി എല്ലാ റിമോട്ട് കിറ്റിനും വരുന്ന രീതിയിലുള്ള റിമോട്ട് കിറ്റാണ്. അതാണ് ഇതിൽ വരുന്നത്. പിന്നെ ഉള്ളത് മദർ ബോർഡ്. ഇതിൻ്റെ മദർ ബോർഡ് അധികം അത്ര വലിയ മദർ ബോർഡൊന്നുമല്ല, ഒരു കുഞ്ഞൻ മദർ ബോർഡാണ്. ഗ്ലാസ് ബോക്സി ടൈപ്പാണ് ഇതിൻ്റെ ബോർഡ് വരുന്നത്. ഹൈടെക് എന്നുള്ള ബ്രാൻഡ് അവർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ RC സോക്കറ്റ് വരുന്ന ടൈപ്പാണ്. രണ്ട് ടൈപ്പുണ്ട്. RC സോക്കറ്റ് വരുന്ന ടൈപ്പുണ്ട്, അല്ലാത്ത ടൈപ്പുണ്ട്. ഞാൻ RC സോക്കറ്റ് ഉള്ള ടൈപ്പാണ് വാങ്ങിയിട്ടുള്ളത്. അതിൻ്റേതായ വിലയുണ്ട്. പിന്നെ ഒരു പ്രോസസ്സറാണ് ഇതിൽ, FR6311 എന്ന ഒരു പ്രോസസ്സറാണ്. ഈ പ്രോസസ്സറാണ് സാധാ സ്റ്റീരിയോ സൗണ്ടിനെ 5.1 ചാനലാക്കി കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സറാണ് ഇത് വളരെ പണ്ട് കാലം മുതലേ നിലവാരത്തിലുള്ള ഒരു ഇതാണ്, IC ചിപ്പാണ്. വളരെ നല്ലൊരു IC ചിപ്പാണ്. പിന്നെ ഈ ബോർഡ് വർക്ക് ചെയ്യുന്നത് 12 ഗ്രൗണ്ട്, അതായത് DC കറണ്ട് 12-ലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ബേസിക്കലി ഇത് വർക്ക് ചെയ്യുന്നത് 5 വോൾട്ടിനും 8 വോൾട്ടിലുമാണ്. അത് ഇവിടെ റെഗുലേറ്റർ വെച്ചിട്ട് ഈ 12 വോൾട്ടിനെ 5 വോൾട്ടും 8 വോൾട്ടും ആക്കിയിട്ടാണ് ഈ ബോർഡ് ബേസിക്കലി വർക്ക് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഇപ്പം 12 വോൾട്ടാണ് ഇതിന് കൊടുക്കേണ്ടത്. ബേസിക്കലി വർക്ക് ചെയ്യുന്നത് 5 വോൾട്ടിലാണ്. പിന്നെ അടുത്തതായിട്ട് വരുന്നൊരു സൗണ്ട് കൺട്രോളറാണ്. നമ്മുടെ മാസ്റ്റർ കൺട്രോളർ സ്വിച്ചാണിത്. ഇത് നല്ല രീതിയിലുള്ളൊരു മാസ്റ്റർ സ്വിച്ച് കൺട്രോളറാണ്. ഇതിൻ്റെ ഏകദേശം ഒരു വില, ഇതിന് മാത്രം 70 രൂപ വില വരും. നല്ലൊരു സാധനമാണ് ഇത് നോർമലി റിമോട്ട് കിറ്റ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു സാധനമാണ്. പിന്നെ നിങ്ങൾക്ക് പുതിയ ആൾക്കാർക്ക് പരിചയപ്പെടാനാണ് ഞാൻ ഈ ഒരു സാധനം പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞത്. ഇതിൻ്റെ വിലയിലെ കാര്യം, ഇത് സെപ്പറേറ്റ് വാങ്ങണമെങ്കിൽ ഏകദേശം 70 രൂപ വില വരും. പിന്നെ ഉള്ളത് നമ്മുടെ കണക്ടറാണ്. 6 പിൻ കണക്ടറുണ്ട്, പിന്നെ 3 പിൻ കണക്ടറുണ്ട്, 2 പിൻ കണക്ടറുണ്ട്. ഇതൊക്കെ നമുക്ക് ഇതിൻ്റെ പവർ കൊടുക്കാനുള്ളതും പിന്നെ ചാനലെല്ലാം നമുക്ക് 5 ചാനൽ എടുക്കാനുള്ള ഒരു കണക്ടറാണിത്. അതിൻ്റെ പോർട്ടുകൾ ഇവിടെ ഇതിൻ്റെ ബോർഡിൻ്റെ ഓരോ ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ് 5.1ൻ്റെ ഔട്ട് വരുന്നത്. ഇത് ഡിസ്പ്ലേയുടെ കണക്ഷൻ കൊടുക്കാനുള്ള ഭാഗമാണ്. പിന്നെ ഇതിൻ്റെ മെയിൻ 12 വോൾട്ട് കൊടുക്കാനുള്ള ഭാഗമാണ് ഈ വരുന്നത്. പിന്നെ ഇത് 2 റെഗുലേറ്ററാണ്. 5 വോൾട്ടും 8 വോൾട്ടും 12 വോൾട്ടിന് 5 വോൾട്ട് 8 വോൾട്ടും ആക്കാനുള്ള 2 റെഗുലേറ്ററാണ് ഇത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഹീറ്റ് സിങ്കാണ് ഇത് അതിൽ ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ചെറിയൊരു ഹീറ്റ് സിങ്ക് ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ഹീറ്റ് ആവാനുള്ളൊരു ഇതുണ്ട്. അപ്പം ഒന്നുകിൽ വേറെ റെഗുലേറ്റർ വെച്ച് പാരലൽ ചെയ്ത് ഉപയോഗിക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ഹീറ്റ് സിങ്ക് മാറ്റിയിട്ട് കുറച്ചുകൂടെ വലിയ ഹീറ്റ് സിങ്ക് വച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ ഫാനിൻ്റെ എയർ ഫ്ലോ ഉള്ള ഒരു ഭാഗത്താണ് വയ്ക്കണമെന്നുണ്ടെങ്കിൽ ഒരു വലിയ കുഴപ്പമില്ലാതെ ഈ സാധനം വർക്കാവും. ഇതങ്ങനെ പെട്ടെന്ന് കംപ്ലൈൻ്റ് ഒന്നും വരുന്ന ഇതല്ല. പിന്നെ ഷോർട്ട് സർക്യൂട്ട് നമുക്ക് എന്തെങ്കിലും വയർ മാറി പോകുകയാണെങ്കിൽ ഇത് അടിച്ചു പോകും. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരിക്കലും ഷോർട്ട് സർക്യൂട്ട് വന്ന് നമുക്ക് പണി കിട്ടാൻ പാടില്ല. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ ബോക്സിനകത്തുള്ള
ഒരു ബോർഡാണ്. ഈ ബോർഡ് വന്നിട്ട് സൗണ്ട് കൺട്രോളർ സോൾഡർ ചെയ്യാനുള്ള ബോർഡാണ്. അത് കൂടാതെ തന്നെ നമുക്കിതിൽ ചെറിയ ചെറിയ LED ഇതിപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാമോ എന്ന് അറിഞ്ഞൂടാ. ഈ 4 LED നമുക്കിതിൽ സോൾഡർ ചെയ്യാൻ പറ്റും. അതിൻ്റെ കണക്ഷൻസും ബാക്കിയുള്ള കാര്യങ്ങളും എങ്ങനെയാണ് ഇത് കൊടുക്കേണ്ടത് എന്നുള്ളത് ഈ ബോർഡിൽ തന്നെ പറയുന്നുണ്ട്. ഇല്ലെങ്കിൽ ഇതിനകത്തുള്ള മാനുവലുണ്ട്, ആ മാനുവലിലും പറയുന്നുണ്ട്. അപ്പം ഇതാണ് ഇതിൻ്റെ സൗണ്ട് കൺട്രോളർ സോൾഡർ ചെയ്ത് നമ്മൾ ഫ്രണ്ട് പാനലിൽ, ആംപ്ലിഫയറിൻ്റെ ഫ്രണ്ട് പാനലിൽ വയ്ക്കാനുള്ള ഒരു ബോർഡാണ് ഇത്. അത് നല്ലൊരു കാര്യമാണ് ഇത് സെപ്പറേറ്റ് കൊടുത്തേക്കുന്നത്. നമുക്ക് ചിലപ്പം അല്ലാതെ നമ്മൾ LED ഒക്കെ വയ്ക്കേണ്ടി വരും. ഇതിലങ്ങനെയല്ല, നമുക്ക് ഇതിൽ തന്നെ LED സോൾഡർ ചെയ്ത് വയ്ക്കാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത. അങ്ങനെയാണ്. ബാക്കിയുള്ള റിമോട്ട് കിറ്റിലൊക്കെ ഇങ്ങനെ വരുന്നത് കണ്ടിട്ടില്ല. G-Techലാണ് ഞാനിങ്ങനെ കണ്ടിട്ടുള്ളത്. വരുന്നത് G-Tech ADUSൻ്റെ ഒരു 5 റിമോട്ട് കിറ്റിൻ്റെ മാനുവലാണ്. ഇത് നമുക്ക് വായിച്ചൊന്ന് പഠിച്ച് നമുക്കിതെങ്ങനെയാണ് കണക്ഷൻ കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് ഇതിൽ പറയണുണ്ട്. അതിൻ്റെ ഒരു മാനുവലാണിത്. പിന്നെ ഉള്ളത് അവരെ സ്വിച്ച്. ഇപ്പം നോർമലി ഞാൻ പറഞ്ഞു എല്ലാ റിമോട്ട് കിറ്റിനും ഉപയോഗിക്കുന്ന റിമോട്ടാണ് നമുക്കിതിൻ്റെ കൂടെ വരുന്നത്. അപ്പം അത് ഇവരെ സ്വിച്ച് ഏതൊക്കെയാണ് എന്ന് മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു റിമോട്ടിൻ്റെ ഒരു സ്റ്റിക്കറാണിത്. ഇത് ഇളക്കി ഒട്ടിക്കുക എന്നുള്ളതൊരു വലിയ പണിയാണ്. എന്നാലും കുറച്ച് പാടാണ്, എന്നാലും നല്ലതാണ്, ഒരു നല്ല സംഭവമാണ്. പിന്നുള്ളത് ഒരു അക്രിലിക് ഷീറ്റ്. അവർ തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു അക്രിലിക് ഷീറ്റാണ്. ബാക്ക് സൈഡിൽ RC സോക്കറ്റിൻ്റെ കൂടെ കൊടുക്കാനുള്ള അക്രിലിക് ഷീറ്റാണിത്. ഇതും നല്ല ക്വാളിറ്റിയുള്ള നല്ലൊരു പ്ലാസ്റ്റിക്കിലുള്ള അക്രിലിക് ഷീറ്റാണിത്. ഇതും വളരെ നല്ലൊരു സംഭവമാണ്. പിന്നെ ഇതിനകത്ത് ഞാൻ മറ്റേ സൗണ്ട് കൺട്രോളറിൻ്റെ ചെറിയൊരു കുഞ്ഞൻ നട്ട് അതും ഇതിനകത്തുണ്ട്. അപ്പം ഇത്രയും സാധനങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. ഇനി നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ ഡിസ്പ്ലേ കാണിക്കാം. ഇതിൻ്റെ ഡിസ്പ്ലേ എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം. ഈ കാണുന്നതാണ് ഇതിൻ്റെ ഡിസ്പ്ലേ. ഇത് നല്ല ക്വാളിറ്റിയിലുള്ള ഒരു PCBയിലാണ് ഈ ഡിസ്പ്ലേയും ചെയ്തിട്ടുള്ളത്. വളരെ നല്ലൊരു ഡിസ്പ്ലേ ആണ്. എനിക്ക് തോന്നുന്നു എല്ലാവരും ഇങ്ങനത്തെ ഒരു റിമോട്ട് കിറ്റ് വാങ്ങാനുള്ളൊരു പ്രധാന കാരണം ഈ ഒരു ഡിസ്പ്ലേയും ഇതിനകത്തുള്ളൊരു നീല കളറുള്ള ലൈറ്റും അതൊക്കെ കാരണമാണ്. ഇങ്ങനത്തെ ഒരു ഡിസ്പ്ലേ ഉള്ള ഒരു റിമോട്ട് കിറ്റ് വാങ്ങാനുള്ളൊരു പ്രധാന കാരണം അതാണെന്ന് തോന്നുന്നു. കാര്യം എനിക്കും ഒരു അട്രാക്റ്റീവായിട്ട് തോന്നിയത് ഇങ്ങനത്തെ ഒരു ഡിസ്പ്ലേ ആണ്. ഇങ്ങനത്തെ ഒരു ഡിസ്പ്ലേ കൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു റിമോട്ട് കിറ്റ് വാങ്ങാനുള്ള കാരണം. ഇല്ലെങ്കിൽ സെയിം ഇതേ വിലയ്ക്ക് തന്നെ ഒരു ഡോൾബി ഡിജിറ്റൽ വരുന്ന പ്രോലോജിക് ബോർഡ് വാങ്ങാനും കിട്ടും. പക്ഷേ എനിക്ക് അതിനെക്കാട്ടിയും കുറച്ചും കൂടി അട്രാക്റ്റീവായിട്ട് തോന്നിയൊരു സംഭവം ഈ ഒരു ഡിസ്പ്ലേ ആണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ബോർഡ് വാങ്ങി ഉപയോഗിക്കാനുള്ളൊരു കാരണം അതാണ്. അപ്പോൾ നല്ല രീതിയിലുള്ളൊരു ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. പിന്നെ ഇതിലൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൽ മ്യൂട്ട് വരുന്നുണ്ട്. അതായത് G-Techൻ്റെ സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇതിൽ നിന്നും ഒരു മ്യൂട്ട് 3 വയർ ആ റിമോട്ട് പ്രൊട്ടക്ഷൻ ബോർഡിലോട്ട് പോകും. അതായത് നമ്മൾ ഇത് മ്യൂട്ട് ചെയ്യുന്ന നേരത്ത് ആ പ്രൊട്ടക്ഷൻ ബോർഡ് ഡിലേ ആവാനുള്ള ഒരു ഇതാണ്. അത് ഞാൻ അടുത്ത വീഡിയോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അത് എന്താണെന്നുള്ള വ്യക്തമായിട്ട് പറഞ്ഞുതരാം. അപ്പം നല്ലൊരു ബോർഡാണിത്, നല്ലൊരു ഡിസ്പ്ലേ ആണ് ഇത്, നല്ല ക്വാളിറ്റി ഉള്ളൊരു സാധനമാണ്. അത്ര ലോക്കലായിട്ടുള്ള സാധനങ്ങളൊന്നുമല്ല. പിന്നെ ഉള്ളത് റിമോട്ടിൻ്റെ IR. അത് ഈ ഡിസ്പ്ലേയുടെ കൂടെ തന്നെ ഇവിടെ വരണുണ്ട്. സാധാരണ ചില കമ്പനികളൊക്കെ സെപ്പറേറ്റായിട്ട് ഇളക്കിയിട്ടേക്കും. ഇതങ്ങനെയല്ല, ഇതിൻ്റെ കൂടെ തന്നെ വരണുണ്ട്. നമ്മൾ എവിടെയാണ് ഫിക്സ് ചെയ്യുന്നത് അതിൻ്റെ കൂടെ തന്നെ ഇത് വരണുണ്ട്. അതും നല്ലൊരു കാര്യമാണ്. പിന്നെ ഇതിലുള്ള നല്ല കാര്യം ഞാൻ പറയാം, ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി നല്ല സൂപ്പർ സൗണ്ട് ക്വാളിറ്റിയാണ്. നല്ല രീതിയിലുള്ളൊരു സൗണ്ട് ക്വാളിറ്റിയാണ് ഈ ബോർഡ് നമുക്ക് തരുന്നത്. പിന്നെ വേറൊരു പോരായ്മ എന്ന് പറയുന്നത് ഇതിൻ്റെ 2 ടൈപ്പ്, മൊത്തം 3-4 ടൈപ്പ് ബോർഡുണ്ട്. അതിൽ ഇടയ്ക്ക് വരുന്ന ഒരു ബോർഡാണിത്. ഈ ബോർഡിൽ അവരിവിടെ എഴുതിയിട്ടുണ്ട്, ഈ 2 റെസിസ്റ്റർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് കണക്ഷൻ എടുത്തിട്ട് ഒരു സബ് ഫിൽറ്റർ ഉപയോഗിച്ച് നമുക്ക് കുറച്ചും കൂടെയൊക്കെ ഒരു സബിൻ്റെ ഒരു ബാസിൻ്റെ ഒരു പഞ്ച് കൂട്ടാൻ പറ്റും. ഇതിൽ അവർ ഉപയോഗിച്ചിരിക്കുന്ന സബ് എനിക്ക് തോന്നുന്നു ഈ ഒരു IC ആയിരിക്കണം. ഈ ഒരു IC ഉപയോഗിച്ചിട്ടായിരിക്കണം ഒരു സബ് ഫിൽറ്ററായിട്ട് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ഈ ഒരു IC ഉപയോഗിച്ച് ഫിൽറ്റർ ചെയ്ത് വരുന്ന സബ് ഒരു സുഖമില്ലാത്തൊരു ബാസാണ്. അപ്പം ആ ഒരു ബാസ് നമുക്ക് കൂടുതൽ കിട്ടണം. അത് ഇപ്പോൾ അങ്ങനെ ഒരു ബാസ് നമുക്ക് കൂടുതൽ കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ 2 റെസിസ്റ്റർ റിമൂവ് ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് വരുന്ന ഔട്ട് എടുത്ത് നേരെ ബാസ് ഫിൽറ്ററിൽ, അതായത് സബ് വൂഫർ ഫിൽറ്ററിൽ കൊടുത്തിട്ട് പിന്നെ നമുക്ക് സബ് വൂഫർ ബോർഡ് വെച്ച് നമുക്ക് നല്ല പഞ്ചുള്ള ഇതെടുക്കാം. അതൊരു മോശമായിട്ടുള്ള കാര്യമാണോ എന്ന് ചോദിച്ചാൽ ആണ്, എന്നാൽ അല്ലെന്ന് ചോദിച്ചാൽ അല്ല.
ചിലർക്ക് ഇതിൽ നിന്ന് വരുന്ന ബാസ്സായിരിക്കും ഇഷ്ടം, ചിലർക്ക് അല്ലാതെ വായിക്കുന്ന ബാസ്സായിരിക്കും ഇഷ്ടം. എനിക്ക് അല്ലാതെ വരുന്നൊരു ബാസ്സാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഈ ഒരു 2 റെസിസ്റ്റർ മാറ്റിയിട്ട് അതിൽ നിന്ന് വരുന്ന ഔട്ട് എടുത്ത് ഫിൽറ്റർ വെച്ച് സബ് വൂഫർ ഫിൽറ്റർ വെച്ച് അങ്ങനെയായിരിക്കും ഞാൻ ആംപ്ലിഫയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം ആംപ്ലിഫയർ ചെയ്യുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. ക്യാബിനൊന്നും വെച്ചിട്ടില്ല, തടി വെച്ചിട്ട് ഒരു ഫുൾ തടി വെച്ചിട്ട് ഉള്ള ഒരു നല്ല രീതിയിലുള്ള ട്രഡീഷണൽ മോഡൽ ആംപ്ലിഫയർ ചെയ്യാനാണ് എൻ്റെ ഒരു ലക്ഷ്യം. അത് എത്രമാത്രം വിജയിക്കും എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല, പക്ഷേ ഞാൻ ചെയ്യും. അപ്പോൾ ആ വീഡിയോ ഫുള്ള് നിങ്ങൾക്ക് തുടർന്ന് കാണണം എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ ഒരു റിമോട്ട് കിറ്റ് ഓൺ ചെയ്ത് നോക്കാം. ഒരു 12 വോൾട്ടിൻ്റെ സപ്ലൈ ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് ഓൺ ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ ഓൺ എന്നുള്ളത്, ഇതെങ്ങനെ ഓൺ ആകുമ്പോൾ എൻ്റെ ഡിസ്പ്ലേ എങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യാൻ പോവുകയാണ്. സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഒരു നീല കളറിൽ G-Tech എന്ന് എഴുതി കാണിച്ചതിന് ശേഷം അതിൻ്റെ മാസ്റ്റർ വോളിയം 20 എന്നുള്ള ലെവലിൽ നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഫസ്റ്റ് കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ ഒരു ഭയങ്കര അട്രാക്റ്റീവായിട്ടുള്ളൊരു നീല കളറിലാണ് ഇത് കത്തുന്നത്. പിന്നെ IC ചെറിയ രീതിയിൽ ഇപ്പം ചൂടില്ല, കുറച്ച് കഴിയുമ്പം ചെറിയ രീതിയിൽ ചൂടാകും. ഇപ്പം ചെറുതായിട്ട് ചൂടുണ്ട്. അതൊരു വിഷയമല്ല. നമ്മൾ നല്ല രീതിയിലുള്ള ഇതൊക്കെ ഉപയോഗിക്കണമെങ്കിൽ ഹീറ്റ് സിങ്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ കാണുന്ന രീതി നല്ല ഭംഗിയുണ്ട്. ഇവിടെ ഒരു പ്രീസെറ്റ് ഉണ്ട്. ഈ പ്രീസെറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിസ്പ്ലേയിലെ പ്രകാശം കൂടുകയും കുറയുകയൊക്കെ ചെയ്യും. നല്ലൊരു റിമോട്ട് കിറ്റാണ്. അപ്പം ഇതിൻ്റെ ബാക്കി ഒരു വർക്കിംഗ് വീഡിയോ, ഇതിൻ്റെ വച്ച് ചെയ്യുന്ന ആംപ്ലിഫയറിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അത് കാണണം എന്ന് താല്പര്യമുള്ള ആൾക്കാർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇതിൻ്റെ വില, ഇത് ഞാൻ വാങ്ങിയത് AB ഇലക്ട്രോണിക്സ് ട്രിവാൻഡ്രം ആണ്. ഇതിൻ്റെ വില വന്നിട്ട് 1600 രൂപയാണ് ഇതിൻ്റെ വില. ആ ഒരു വില അത്ര നല്ല കൂടിയ വിലയൊന്നുമല്ല, സ്വാഭാവികമായിട്ട് എല്ലായിടത്തും ഉള്ള വില തന്നെയാണ്. ഇതിൽ കൂടുതൽ വാങ്ങുന്ന സ്ഥലങ്ങളും ഉണ്ട്. പക്ഷേ ഈ ഒരു വിലയ്ക്ക് ഈ ഒരു സാധനം 1600 രൂപയ്ക്ക് ഇത് നല്ലൊരു ബോർഡാണ്. G-Techൻ്റെ അവരെ സൈറ്റിൽ വരുന്ന വില 1300 പിന്നെ കൊറിയർ ചാർജ് എല്ലാം കൂടെ വരുമ്പോൾ 1650 രൂപ വില വരും. ഏകദേശം 1670 രൂപ അടുപ്പിച്ച് വില വരും. നമ്മൾ AB ഇലക്ട്രോണിക്സിൽ നിന്ന് വാങ്ങിയപ്പോൾ 1600 രൂപയ്ക്കാണ് ഇത് വാങ്ങാൻ പറ്റിയത്. അത് ഒരു നല്ല കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ, ഇത് വാങ്ങണമെന്ന് താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ AB ഇലക്ട്രോണിക്സിൽ വാങ്ങുക. അപ്പം ഇതിൻ്റെ കൂടുതൽ വീഡിയോസ്, ഇനി ഞാൻ ആംപ്ലിഫയർ ഉണ്ടാക്കുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ, സീ യു.